കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണ കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. ഓരോ പ്രഭാതത്തിലും ദൈവത്തിന്റെ സ്നേഹം പുതിയതാണ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഓരോ എപ്പിസോഡുകളും പുതിയ മത്സരാർത്ഥികളുമായി ചൈത്രയാത്ര തുടരുകയാണ്. താമരശ്ശേരി രൂപത മാതൃവേദിയും ശാലോൺ ടെലിവിഷനുമായി ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി 3 ടീമുകളും വളരെ ഉത്സാഹപൂർവ്വം റെഡിയായിട്ടുണ്ട്. ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ടീം മിഖായേൽ. എൻ്റെ പേര് മോളി കട്ടക്കയം, ചാത്തങ്കോട്ടുനട ഇടവക. എൻ്റെ പേര് ഉഷ, ചാത്തങ്കോട്ടുനട ഇടവക. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സപ്പോർട്ടിംഗ് ടീം ഉണ്ട്. അവരാരൊക്കെയാ നമുക്ക് നോക്കാം. എൻ്റെ പേര് റെറ്റി പ്രിജോയ്, അൽഫോൻസ ജോയ്, ബിന്ദു ബിജോയ്, ദീന മനീഷ്, നിത മനോജ്. ഇനി നമുക്ക് രണ്ടാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം റാഫേൽ. എൻ്റെ പേര് മറിയാമ്മ മാത്യു മരയാറ്റൂർ, പെരുവണ്ണാമൂഴി ഫാത്തിമ മാതാ ഇടവക. എൻ്റെ പേര് ബെലിൻഡ, ഫാത്തിമ മാതാ ചർച്ച്, പെരുവണ്ണാമൂഴി. ഇനി ഇവരുടെ സപ്പോർട്ടിംഗ് ടീം ആരൊക്കെയാന്ന് നോക്കാം. എൻ്റെ പേര് റോസ്ലി ജോസ്. എൻ്റെ പേര് സീമ ജോർജ്. എൻ്റെ പേര് മിനി റോബ. ജെസി ജോസഫ്. പ്രിയ ഡൊമിനിക്. ഇനി നമുക്ക് മൂന്നാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം ഗബ്രിയേൽ. എൻ്റെ പേര് ടിൻഡു റോബിൻ, സെന്റ് ജോർജ് ചർച്ച്, കൊളുത്തുവേൽ ഇടവക. എൻ്റെ പേര് ലിസി മുക്കളിൽ, സെന്റ് ജോർജ് ചർച്ച്, കൊളുത്തുവേൽ. ഇവരുടെ സപ്പോർട്ടിംഗ് ടീം ആരൊക്കെയാന്ന് നോക്കാം. എൻ്റെ പേര് ജിൻഷ ഷിൻഡോ. എൻ്റെ പേര് ഷിജി റിജോ, മിനി മലയാറ്റി. എൻ്റെ പേര് തങ്കമ്മ ജോസ്. മിനി ഷാജു. താമരശ്ശേരി രൂപത മാതൃവേദിയും ശാലോൺ ടെലിവിഷനുമായി ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലേക്ക് എല്ലാ മത്സരാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏതൊരു ക്വിസ് പ്രോഗ്രാമിന്റെയും വിജയം എന്ന് പറയുന്നത് അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ക്വിസ് മാസ്റ്ററിന്റെ കൂടിയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ക്വിസ് മാസ്റ്റർ നമ്മുടെ പ്രിയപ്പെട്ട അജി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. താമരശ്ശേരി രൂപത മാതൃവേദി ശാലോം ടെലിവിഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ ബൈബിൾ ക്വിസിൽ അമ്മമാർ വളരെ താല്പര്യത്തോടും വളരെ ഉത്സാഹത്തോടും തീഷ്ണതയോടും കൂടിയാണ് പങ്കെടുക്കുന്നത് എന്നത് ഇക്കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. വളരെ വാശിയോടുകൂടിയ മത്സരങ്ങളാണ് കഴിഞ്ഞു പോയത്. ഇന്നത്തെ ടീമുകളും ഒട്ടും വ്യത്യസ്തമല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മത്സരത്തിൻ്റെ നിബന്ധനകൾ ഞാൻ നിങ്ങളോട് പറയാം. 5 റൗണ്ടുകളാണ് ഈ ക്വിസ് കോമ്പറ്റീഷനിലുള്ളത്. ഓരോ റൗണ്ടിൻ്റെ മുമ്പും ആ റൗണ്ടിൻ്റെ പ്രത്യേകതകൾ പറയുന്നതാണ്. ആദ്യത്തെ റൗണ്ട് വചനം തിരുവചനം റൗണ്ടാണ്. വചനവുമായി നേരിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒന്നാമത്തെ റൗണ്ടിൽ ഉണ്ടാവുക. ഒരു ചോദ്യമാണ് ഒരു ടീമിനോട് ചോദിക്കുന്നത്. ടീം അംഗങ്ങൾക്ക് കൂടിയാലോചിച്ച് ഉത്തരം പറയാവുന്നതാണ്. 30 മാർക്ക് ശരി ഉത്തരത്തിന് ലഭിക്കും. ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ടീമിൻ്റെ സഹായം തേടാവുന്നതാണ്. സപ്പോർട്ടിംഗ് ടീമിൻ്റെ സഹായം തേടി നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്ക് കുറയും. അപ്പോൾ 20 മാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. എന്നിട്ടും ഉത്തരം തെറ്റാണെങ്കിൽ തൊട്ടടുത്ത ടീമിലേക്ക്
ചോദ്യം പാസ് ചെയ്യപ്പെടും. അവർക്കറിയില്ലെങ്കിൽ അടുത്ത ടീമിലേക്കും പാസ് ചെയ്യപ്പെടും. ഇപ്രകാരമാണ് ഒന്നാമത്തെ റൗണ്ട് പോകുന്നത്. അടുത്ത റൗണ്ടിൽ അതിൻ്റെ നിബന്ധനകൾ അപ്പോൾ സൂചിപ്പിക്കുന്നതാണ്. മിഖേൽ ടീമിനോടാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങൾ ഏത് ഇടവകയിൽ നിന്നാണ് വന്നിരിക്കുന്നത്? സോഫിയ ചർച്ച് ചാത്തൻകോട്ടുനട. ചാത്തൻകോട്ടുനട സോഫിയ ചർച്ച്. സോഫിയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിജ്ഞാനം എന്നും കൂടിയാണ്. അപ്പോൾ ചാത്തൻകോട്ടുനട ഇടവകയിലെ അമ്മമാർക്കെല്ലാം വിജ്ഞാനം കൂടുതൽ ആർജിക്കാൻ നിങ്ങളുടെ ഈ പങ്കാളിത്തം കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ക്വിസിലേക്ക് സ്വാഗതം. നിങ്ങൾ വന്നിരിക്കുന്നത് ഏത് റാഫേൽ ടീം ഏത് ഇടവകയിൽ നിന്നാണ്? ഫാത്തിമ മാതാ ദേവാലയം പെരുവണ്ണാമൂഴി. പെരുവണ്ണാമൂഴി. ഗബ്രിയേൽ ടീം സെന്റ് ജോർജ് ചർച്ച് കുളത്തുവേൽ ഇടവക. കുളത്തുവേൽ ഇടവക. കുളത്തുവേൽ ഇടവകയിലെ മാതൃസംഘത്തിനും നിങ്ങളുടെ ഈ പങ്കാളിത്തം കൂടുതൽ ഉന്മേഷവും ഉണർവും പ്രദാനം ചെയ്യും എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾ രണ്ട് ടീമുകൾക്കും, റാഫേൽ ടീമിനും ഗബ്രിയേൽ ടീമിനും സ്വാഗതം. ആദ്യത്തെ ചോദ്യം മിഖേൽ ടീമിനോടാണ്. ചാത്തൻകോട്ടുനട ഇടവകയിൽ നിന്നുള്ള ടീമാണ്. ചോദ്യം ശ്രദ്ധിക്കുക. ഒരു പിതാവ് യേശുവിനോട് പറയുകയാണ്, ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത് കേട്ടപ്പോൾ യേശുവിനുള്ളിൽ അല്പം കോപവും സങ്കടവും ഒക്കെ വന്ന ഒരു പ്രതികരണമാണ് യേശു അപ്പോൾ നടത്തുന്നത്. എന്താണ് യേശുവിൻ്റെ പ്രതികരണം? രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനം പറയുക. പറഞ്ഞോളൂ. വഴി വീഴ്ചതും അവിശ്വസ്തമായ തലമുറയെ എത്ര നാൾ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും? എത്ര ഞങ്ങൾ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? വിശ്വാസമില്ലാത്തതും വഴി പിഴച്ചതുമായ തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? ആദ്യത്തെ വാക്കിന് ചെറിയ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, എങ്കിലും അത് ക്ഷമിക്കുകയാണ്. അമ്മമാര് പൊതുവെ കരുണയുള്ളവരായതുകൊണ്ട് ആദ്യത്തെ റൗണ്ടിൽ ക്വിസ് മാസ്റ്ററും ചെറിയ ഒരു കരുണ കാണിക്കുകയാണ്. മുന്നോട്ടുള്ള റൗണ്ടിൽ അത് പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് 30 മാർക്ക് അവാർഡ് ചെയ്യുന്നു. അടുത്ത ചോദ്യം റാഫേൽ ടീമിനോടാണ്. പെരുവണ്ണാമൂഴി ഇടവകയിൽ നിന്നുള്ള ടീമാണ്. ശിഷ്യന്മാർ യേശുവിനോട് വന്ന് ചോദിച്ചു, സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ആരാണ്? ഈ ചോദ്യം യേശുവിന് അത്ര അങ്ങ് ഇഷ്ടമായില്ല. ചോദ്യത്തിന് യേശു കൊടുക്കുന്ന മറുപടി എന്താണ്? സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ആരാണ് എന്ന ചോദ്യത്തിന് യേശുവിൻ്റെ മറുപടി എന്ത്? ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവനാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയവൻ. ആ സ്വഭാവം, ഏത് സ്വഭാവമാണ് യേശു സ്വീകരിക്കുന്നവനെന്നുള്ള അർത്ഥത്തിലല്ല. യേശുവിനെ ഈ ചെറിയ ശിശുവിനെ എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്നവനാണ്. ബൈബിളിലെ മത്തായിയുടെ സുവിശേഷത്തിലെ ഉത്തരമാണ് വേണ്ടത്. ഈ ഉത്തരം തന്നെ കിട്ടേണ്ടതുണ്ട്. നിങ്ങളുടെ സമയം തീർന്നുകൊണ്ടിരിക്കുന്നു. 30 സെക്കൻഡാണ് പറയാനുള്ള സമയം. ഇല്ലേ, നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിൻ്റെ സഹായം തേടാവുന്നതാണ്. സപ്പോർട്ടിംഗ് ടീം അത് അവിടെ തയ്യാറായിരിക്കുന്നു. സപ്പോർട്ടിംഗ് ടീമിന് ഉത്തരം പറയാവുന്നതാണ്. പറഞ്ഞോളൂ. ശിശുക്കളെ അറിയില്ല. ശരി, അടുത്ത ടീമിലേക്ക് പാസ് ചെയ്യുന്നു. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവൻ ആരോ അവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ശരിയായ ഉത്തരമാണ്. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാരോ അവനാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ. ഗബ്രിയേൽ ടീമിന് 10 മാർക്ക് ലഭിക്കുന്നു. പാസ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. 10 മാർക്ക് അവർക്ക് ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. യേശുവിൻ്റെ അടുത്തേക്ക് മാതാപിതാക്കൾ ശിശുക്കളെ കൊണ്ടുവന്നു. ശിശുക്കളെ കൊണ്ടുവന്ന് കണ്ടപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. ഈ കുട്ടികൾക്ക് എന്താണ് മുതിർന്നവരുടെ ഇടയിൽ കാര്യം? നിങ്ങൾ അങ്ങ് മാറി നിൽക്ക് എന്ന് വല്ലതും പറഞ്ഞു കാണും. ചോദ്യം ഇതാണ്. യേശുവിൻ്റെ അടുത്തേക്ക് ശിശുക്കളെ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. അപ്പോൾ യേശുവിൻ്റെ പ്രതികരണം എന്താണ്? അവരെ തടയരുത്, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ.
എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. കൃത്യമായ ഉത്തരം. നിങ്ങൾക്ക് 30 മാർക്കും ലഭിക്കുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. ഫസ്റ്റ് റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഭേദപ്പെട്ട പ്രകടനമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത്. നമുക്ക് ഓരോ ടീമിനും കിട്ടിയ പോയിന്റ് എത്രയാണെന്ന് നോക്കാം. ജോസ്മി പ്ലീസ്. ആദ്യത്തെ റൗണ്ട് പൂർത്തിയായിരിക്കുമ്പോൾ ഓരോ ടീമിനും കിട്ടിയിരിക്കുന്ന പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 30 പോയിന്റ്, ടീം റാഫേലിന് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. ടീം ഗബ്രിയേൽ 40 പോയിന്റ് നേടിയിരിക്കുന്നു. രണ്ടാം റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ടാം റൗണ്ട് ആരംഭിക്കുന്നത് ടീം റാഫേലിനോട് ചോദിച്ചുകൊണ്ടാണ്. ടീം റാഫേൽ ഒട്ടും ബുദ്ധിമുട്ടേണ്ടതില്ല. ആദ്യത്തെ റൗണ്ടിൽ മാർക്ക് കിട്ടിയില്ല എന്നത് ക്യൂസ് മത്സരത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. പിന്നീടുള്ള റൗണ്ടുകളിൽ മുന്നേറുന്ന ധാരാളം ടീമുകൾ ഇവിടെ തന്നെ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ ഈ റൗണ്ടിലെ ചോദ്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വിഷ്വൽ റൗണ്ടാണ്. നിങ്ങൾ സുവിശേഷവുമായി ബന്ധപ്പെട്ട ഒരു വിഷ്വൽ, സുവിശേഷമായിട്ടോ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ നിങ്ങളുടെ പഠനഭാഗവുമായി ബന്ധപ്പെട്ട ഒരു വിഷ്വൽ അവിടെ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം അത് എവിടെ നിന്നാണ്, ചോദ്യം അനുസരിച്ചുള്ള ഉത്തരം നൽകുക. 3 ചോദ്യങ്ങളായിരിക്കും നിങ്ങളോട് ചോദിക്കുക. ഒന്ന്, ആ വിഷ്വൽ ഏതാണെന്ന് പറയുക. അത് ഏത് അധ്യായത്തിൽ നിന്നാണ് എന്ന് പറയുക. സുവിശേഷമാണെങ്കിൽ സുവിശേഷം, മറ്റ് പഠനഭാഗങ്ങളാണെങ്കിൽ അവിടെ നിന്നുള്ള അധ്യായം കൂടെ കൃത്യമായിട്ട് പറയുക. അതിനുശേഷം ഓരോ ചോദ്യങ്ങൾ, 2 ചോദ്യങ്ങൾ വീതം ചോദിക്കുന്നു. ഈ 2 ചോദ്യം ഇങ്ങനെ ആകെ 3 ചോദ്യത്തിനും ശരി ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 30 പോയിന്റ് ലഭിക്കുന്നതാണ്. എന്നാൽ തെറ്റായ ഉത്തരത്തിന് -, പോയിന്റും കിട്ടും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഉത്തരം പറയാൻ. ഉത്തരം പറയുവാനായിട്ട് സപ്പോർട്ടിംഗ് ടീമിന് നിങ്ങളെ സഹായിക്കാൻ ആവുകയില്ല. പക്ഷേ ഒരു കാര്യത്തിൽ സപ്പോർട്ടിംഗ് ടീമിന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. നിങ്ങളോട് ചോദിച്ച ചോദ്യം സപ്പോർട്ടിംഗ് ടീം ശരി ഉത്തരം തന്നാൽ നിങ്ങളുടെ ടീമിന് ലഭിച്ച -, മാർക്ക് ഡിലീറ്റ് ചെയ്യും. അതൊരു വലിയ ആശ്വാസമാണ്. കിട്ടിയ മാർക്ക് ഡിലീറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ ഉപകാരം തന്നെയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ആ രീതിയിൽ സപ്പോർട്ടിംഗ് ടീമിന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. ചോദ്യം ഈ ടീമിനോടാണ്, ടീം റാഫേലിനോടാണ്. വിഷ്വൽ ശ്രദ്ധിക്കുക പ്ലീസ്. സുവിശേഷത്തിലെ ഒരു രംഗമാണ്, ഒരു സുവിശേഷ സംഭവമാണ് അവിടെ കാണുന്നത്. അത് ഏതാണ് എന്ന് പറയുക. അതോടൊപ്പം തന്നെ ആ സംഭവം അല്ലെങ്കിൽ ആ വിഷ്വൽ ചെയ്തിരിക്കുന്ന, പ്രതിനിധീകരിക്കുന്ന ആ വചനഭാഗം ഏത് അധ്യായത്തിലാണ് എന്നും പറയുക. ഏത് പുസ്തകത്തിൽ, ഏത് അധ്യായം? യേശുവിന്റെ രൂപാന്തരീകരണം. കറക്റ്റ് ആൻസർ ആണ്, യേശുവിന്റെ രൂപാന്തരീകരണം. അതിന്റെ ബാക്കിയും കൂടെ 17-ാം അധ്യായം. 17-ാം അധ്യായം. ആരുടെ സുവിശേഷം? മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം. യെസ്. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് 10 മാർക്ക് ലഭിക്കുന്നു. 10 മാർക്ക് ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം, യേശുവിന്റെ രൂപാന്തരീകരണം നടന്ന മലയുടെ പേര് ഏതാണ്? ആ മല ഏതാന്നുള്ള കാര്യം സുവിശേഷത്തിൽ പറയുന്നത് ഏതാണ് എന്നുള്ളത് പറയുക. ഒരു ഉയർന്ന മലയിൽ എന്നാണ് ഈ സുവിശേഷത്തിൽ പറയുന്നത്. യെസ്, അത് ശരി തന്നെയാണ്. മലയുടെ പേര് അവിടെ പറയുന്നില്ല. ഈ സുവിശേഷത്തിൽ ഉയർന്ന മല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. താബോർ എന്ന് പറഞ്ഞാൽ മാർക്ക് പോവായിരുന്നു. താബോർ എന്ന് പറയരുത്, ഉയർന്ന മലയും തന്നെയാണ് ശരിയായ ഉത്തരം. വീണ്ടും 10 മാർക്കും കൂടെ ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. ടീം റാഫേൽ താഴെ നിന്ന് മുന്നോട്ട് കയറി വന്നിരിക്കുന്നു. ഒരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ ആ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു ശോഭയേറിയ മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഒരു സ്വരവുമുണ്ടായി. ആ സ്വരം കേട്ട ആ വചനഭാഗം, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. ശരിയായ ഉത്തരം. കറക്റ്റ് ആൻസർ. ഈ റൗണ്ടില് 30 മാർക്കും ടീം റാഫേൽ നേടിയിരിക്കുകയാണ്. -, മാർക്കൊന്നും നേടിയിട്ടുമില്ല. അപ്പോൾ പഴയ റൗണ്ടിൽ, തൊട്ട് മുമ്പിലത്തെ റൗണ്ടിൽ കിട്ടാത്ത മാർക്ക് ഇവിടെ നിങ്ങൾ നേടിയിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. വിഷ്വൽ ശ്രദ്ധിക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു സംഭവമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. സെക്കൻഡാണ് നിങ്ങളുടെ സമയം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം.
എന്താണ് സംഭവം? എന്താന്ന് പറയാം. സ്തേഫാനോസിനെ കല്ലെറിയുന്നു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന രംഗമാണത്. ഉത്തരം ശരിയാണ്. സംഭവം പറഞ്ഞത് കൃത്യം, വിഷ്വല് കൃത്യമാണ്, അധ്യായവും കൃത്യമാണ്. നിങ്ങൾക്ക് 10 മാർക്ക് ലഭിക്കുന്നു. യെസ്. രണ്ടാമത്തെ ചോദ്യം. തൻ്റെ അന്ത്യനിമിഷങ്ങളിൽ സ്തേഫാനോസിനൊരു ദർശനമുണ്ടായി. കല്ലെറിയാൻ കൊണ്ടുപോകുന്നതിനും ആ സമയത്ത് ഒരു ദർശനമുണ്ടായി. കല്ലെറിയാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് വിചാരണ ചെയ്യുമ്പോഴൊക്കെ അന്ത്യനിമിഷം കണ്ട അദ്ദേഹം കണ്ട ദർശനം എന്താണ്? ആരാണ് പറയേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ്. സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഈശോ ഉപേക്ഷിച്ചിരിക്കുന്നു. സ്വർഗം തുറക്കപ്പെട്ടു. സ്വർഗത്തിൽ ശരിയായി കൃത്യമായി പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിന്റെ സഹായം എടുക്കുക. കൃത്യമായി പറയുക. ഇനി രണ്ടാമതാൾ പറയാൻ പാടില്ല, പറഞ്ഞ ആൾ തന്നെ പറയാൻ പാടുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞോളൂ, കൃത്യമായിട്ട് പറഞ്ഞോളൂ. സ്വർഗം തുറക്കപ്പെട്ടു. ഈശോ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും കാണപ്പെട്ടു. അതിന് ഉത്തരം മാർക്ക് തരാൻ പറ്റുകയില്ല. അത് ഇപ്രകാരമാണ് അതിൻ്റെ ശരി ഉത്തരം. എന്നാണ് അടുത്ത ടീമിലേക്ക് പാസിംഗ് ഇല്ല. സപ്പോർട്ടിംഗ് ടീം ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് മാർക്ക് ഒഴിവായി കിട്ടുന്നതാണ്. യെസ്, സപ്പോർട്ടിംഗ് ടീമിന് പറയാം, മൈനസ് മാർക്ക് ഒഴിവായി കിട്ടും. സപ്പോർട്ടിംഗ് ടീമിന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഉത്തരം പറയാം. ശ്രദ്ധിക്കാതെ അതിൻ്റെ അകത്ത് 1-2 ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കണ്ടു. ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് മാർക്ക് തരാൻ പറ്റുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് മൈനസ് മാർക്ക് കിട്ടുന്നു. 5 മൈനസ് മാർക്ക് കിട്ടുകയാണ്. മൂന്നാമത്തെ ചോദ്യം. സ്തേഫാനോസിൻ്റെ അന്ത്യ വചസ്സുകൾ ഏവ? ഒരു പ്രാർത്ഥനയുമുണ്ട്, ഒരു അപേക്ഷയുമുണ്ട്. പറഞ്ഞു. പിതാവേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ. ശരിയാണ്. ഇനി ഒരു അപേക്ഷ കൂടിയുണ്ട്. സമയം തീരുന്നു. സമയം കഴിഞ്ഞിരിക്കും. സപ്പോർട്ടിംഗ് ടീമിന് ഉത്തരം പൂർണ്ണമാക്കി മൈനസ് പോയിന്റിൽ നിന്ന് ആ ടീമിനെ രക്ഷിക്കാം. കർത്താവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. രണ്ടാമത്തെ ഏതാണ്? അത് അപേക്ഷ. പിന്നെ പ്രാർത്ഥന. പിതാവേ, കർത്താവേ, പാപം ഇവരുടെ മേൽ ചുമത്തരുതേ. അത് വേണമെങ്കിൽ ശരിയായ ഉത്തരമായിട്ട് പരിഗണിക്കാം. ചുമത്തരുത്, ആരോപിക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് മൈനസ് പോയിന്റിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു അവരുടെ സപ്പോർട്ടിംഗ് ടീം. അഭിനന്ദനങ്ങൾ. അടുത്ത വിഷ്വലിലേക്ക് പോവുകയാണ്. ടീം മിഖായലിനോടാണ്. പറഞ്ഞോളൂ. ജെറിക്കോയിൽ വെച്ച് ഈശോ അന്ധനെ സുഖപ്പെടുത്തുന്നു. അധ്യായം 20. മത്തായിയുടെ സുവിശേഷം അധ്യായം 20. ശരിയാണ്. അന്ധന്മാർക്ക് ആ വിഷ്വലിൽ 2 പേരെ കാണുന്നില്ല. അപ്പോൾ അന്ധന്മാർക്കാണ് കാഴ്ച നൽകുന്നത്. അതുകൊണ്ടാണ് ഒരു പിഴവ് വന്നിരിക്കുന്നത്. പക്ഷേ സാരമില്ല, ശരിയായ ഉത്തരമായിട്ട് പരിഗണിക്കുകയാണ്. നിങ്ങൾക്ക് 10 മാർക്ക് ലഭിക്കുന്നു. ആ ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം. വഴിയരികിലുള്ള അന്ധന്മാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് എന്ത്? കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. ശരിയായ ഉത്തരമാണ്. വീണ്ടും നിങ്ങൾക്ക് 10 മാർക്ക് കൂടി ലഭിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം. അന്ധന്മാരുടെ അപേക്ഷ എന്തായിരുന്നു? അവർ യേശുവിനോടുള്ള അവരുടെ അപേക്ഷ എന്തായിരുന്നു? ഞങ്ങൾക്ക് കാഴ്ച തിരിച്ചു കിട്ടണം. ശരിയായ കാര്യങ്ങൾ പറയണം. കാഴ്ച തിരിച്ചു കിട്ടണമെന്ന് ഇവിടെ ഒന്നുകൂടി നിങ്ങൾക്ക് ഉത്തരം പറയാം. ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു കിട്ടണം. ഏതാന്ന് ഉറപ്പിക്കാം.
അതിനെ മാറ്റി മൈക്രോഫോൺ മാറ്റാൻ പറ്റിയല്ല, ഒരാൾ തന്നെ പറയും. ഏതാണോ ശരിയായ ഉത്തരം അത് ലാസ്റ്റ് ചാൻസ് ആണ്. ഇപ്പോൾ പറയാം. ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു കിട്ടണം. ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു കിട്ടണം. കണ്ണുകൾ തുറന്നു പറഞ്ഞോളൂ. തുറന്നു കിട്ടണം. ഉത്തരം ശരിയാണ്. കാഴ്ച വീണ്ടും കിട്ടണമെന്ന് പറഞ്ഞത് മറ്റൊരു അന്ധനാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാർക്ക് തരികയാണ്. അങ്ങനെ 10 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നു. മൊത്തം 30 മാർക്കും നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനം. 2 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ ടീമുകൾ ഒപ്പത്തിനൊപ്പവും ചില ടീമുകൾ അല്പം മുമ്പിലുമാണ്. കൃത്യമായ സ്കോർ നിലവാരം ഇപ്പോൾ ജോസ്മി പറയുന്നതാണ്. ജോസ്മി പ്ലീസ്. വാശിയേറിയ 2 റൗണ്ടുകളും അവസാനിച്ചിരിക്കുകയാണ്. പോയിന്റ് നില എങ്ങനെയാന്ന് നമുക്കൊന്ന് നോക്കാം. ടീം മിഖായേൽ 60 പോയിന്റാണ് നേടിയിരിക്കുന്നത്. ടീം റാഫേൽ 30 പോയിന്റ്. ടീം ഗബ്രിയേൽ 45 പോയിന്റ്. 60, 45, 30. ഈ ക്വിസ് കോമ്പറ്റീഷനെ സംബന്ധിച്ച് വലിയ വ്യത്യാസമുള്ള മാർക്കുകളല്ല ഇത്. എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. 3ാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. 3ാം റൗണ്ടിന്റെ പേര് റാപ്പിഡ് റൗണ്ട് എന്നാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വേഗത്തിൽ ഉത്തരം പറയേണ്ട റൗണ്ടാണ്. അവർ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നൊക്കെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തിടുക്കത്തിൽ ഉത്തരം പറയണം. ഈ റൗണ്ടിൽ നിങ്ങളോട് 5 ചോദ്യങ്ങൾ ചോദിക്കും. 5 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടും. 30 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ 10 ബോണസ് പോയിന്റും കിട്ടും. അങ്ങനെ 40 മാർക്ക് വരെ സമ്പാദിക്കാം. 40 മാർക്ക് വരെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരു ശരിയായ ഉത്തരത്തിന് 6 മാർക്ക്. അങ്ങനെ 5ഉം ശരിയാക്കിയാൽ 30 + 10 40 മാർക്ക്. പക്ഷെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ മുന്നിൽ 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. കൂടുതൽ സമയമില്ല. സമയം അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ആ 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾ പറഞ്ഞുകൊള്ളണം. ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയുക. ഞാൻ പെട്ടെന്ന് അടുത്ത ചോദ്യം ചോദിക്കും, നിങ്ങൾ അടുത്തും പെട്ടെന്ന് ഉത്തരം പറയുക. ഉത്തരം അറിയില്ലെങ്കിൽ വെറുതെ ചിന്തിച്ച് സമയം കളയരുത്. സമയം ഒരു കാരണവശാലും നീട്ടുന്നതല്ല. ഞാൻ അവിടെ ശ്രദ്ധിക്കുക. പ്ലീസ് ഗെറ്റ് റെഡി. ചോദ്യം ചോദിക്കുന്നത് ടീം ഗബ്രിയേലിനോടാണ്. മാർത്തോമായുടെ പൂജ്യ അവശിഷ്ടം ഇപ്പോൾ എവിടെയാണ്? ഇറ്റലിയിലെ ഓർത്തോൺ കത്തീഡ്രൽ. ശരിയായ കത്തീഡ്രൽ. ഓർത്തോൺ ശരിയായ ഉത്തരമാണ്. 2ാമത്തെ ചോദ്യം, മാർത്തോമയുടെ ഭാരത പ്രേഷിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പഴയ പാട്ട് ഏത്? റംബാൻ പാട്ട്. 3ാമത്തെ ചോദ്യം, തിരുസഭയിലെ ഏറ്റവും വലിയ ദൈവ ശാസ്ത്രജ്ഞൻ എന്ന് അറിയപ്പെടുന്നത്? വിശുദ്ധ തോമസ് അക്വിനസ്. ശരിയായ ഉത്തരമാണ്. മതബോധനത്തിന്റെ മധ്യസ്ഥൻ ആര്? വിശുദ്ധ ചാൾസ് ബൊറോമിയോ. വിശുദ്ധ ചാൾസ് ബൊറോമിയോ. ശരിയായ ഉത്തരമാണ്. 5ാമത്തെ ചോദ്യം, യാത്രക്കാരുടെ മധ്യസ്ഥൻ ആര്? വിശുദ്ധ ക്രിസ്റ്റഫർ. ശരിയായ ഉത്തരമാണ്. അഭിനന്ദനങ്ങൾ. നിങ്ങൾ എല്ലാ ചോദ്യത്തിനും ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ 30 മാർക്ക് നേടിയിരിക്കുന്നു. കൂടാതെ 10 ബോണസ് പോയിന്റ് നിങ്ങൾ നേടി 40 പോയിന്റ് നിങ്ങളുടെ സ്കോറിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അഭിനന്ദനം. അടുത്തത് ടീം മിഖായിലിനോടാണ്. ഇടയ്ക്ക് നിങ്ങൾ അങ്ങോട്ടും കൂടി നോക്കിക്കൊള്ളണം. സ്ക്രീനിലേക്ക് നോക്കുക. നിങ്ങളുടെ സമയം, സമയത്തെപ്പറ്റി നിങ്ങൾക്ക് ബോധമുണ്ടാവണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ സമയം നഷ്ടപ്പെടും. നിങ്ങൾ റെഡിയാണോ? ശരി, എന്നാൽ ചോദ്യം തുടങ്ങുകയാണ്. കുമ്പസാര രഹസ്യം സൂക്ഷിക്കുവാൻ വേണ്ടി ജീവൻ ത്യജിച്ച ഒരു വൈദികൻ അല്ലെങ്കിൽ വിശുദ്ധൻ? വിശുദ്ധ ജോൺ നെപ്പോമുസൻ. ശരിയായ ഉത്തരമാണ്. ഉറക്കെ പറയണം, എനിക്കിവിടെ കേൾക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് തരാൻ സാധിക്കുകയുള്ളൂ. അൾത്താര ശുശ്രൂഷകളുടെ മധ്യസ്ഥൻ ആര്? വിശുദ്ധ ജോൺ ബെർക്കുമാൻസ്. ശരിക്കും പറയുക. വിശുദ്ധ ജോൺ ബെർക്കുമാൻസ്. വിശുദ്ധ ജോൺ ബെർക്കുമാൻസ്. സ്കൂളുകളുടെ മധ്യസ്ഥ ആര്? വിശുദ്ധ കാതറിൻ.
മിസ്റ്റർ കാതറിൻ, വിൻസെന്റ് ഇപ്പോൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര്? ഫ്രെഡറിക് ഓസാനം. അമ്മമാരുടെ മധ്യസ്ഥ ആര്? വിശുദ്ധ മോനിക്ക. അപ്പോൾ നിങ്ങൾ എല്ലാത്തിനും ഉത്തരം പറഞ്ഞിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ലഭിച്ചിരിക്കുന്നു. അപ്പോൾ 30 മാർക്ക് കിട്ടി, 10 ബോണസ് മാർക്കും കിട്ടി. അങ്ങനെ ആകെ 40 മാർക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റഡ് ആയിരിക്കുന്നു. അഭിനന്ദനം. അടുത്ത ചോദ്യം ടീം റാഫേലിനോടാണ്. നിങ്ങൾക്കും 5 ചോദ്യങ്ങളുണ്ട്. ശ്രദ്ധിക്കുക, സമയം നഷ്ടപ്പെടുത്തരുത്. സമയം അവിടെ തെളിയുന്നതായിരിക്കും. സുറിയാനിക്കാരുടെ ആദ്യത്തെ ലത്തീൻ മെത്രാൻ ആര്? മാർ ദാവീദ്. സുറിയാനിക്കാരുടെ ആദ്യത്തെ ലത്തീൻ മെത്രാൻ. മാർ ദാവീദ്. തെറ്റായ ഉത്തരമാണ്. ഇനി പറയാൻ സാധിക്കുകയില്ല. കേരളത്തിലെ ആദ്യത്തെ ലത്തീൻ രൂപത. കൊച്ചി. ശരിയായ ഉത്തരം. ആദ്യത്തെ പാശ്ചാത്യ മിഷണറി. ജോൺ മൊന്തേ കൊർവീനോ. ശരിയായ ഉത്തരം. സുറിയാനി സംഗീതത്തിന്റെ പിതാവ് ആര്? വർദ്ധൈസൻ. ശരിയായ ഉത്തരമാണ്. മാർത്തോമ നസ്രാണികളുടെ പുരാതന കലാരൂപം ഏത്? മാർഗംകളി. മാർഗംകളി. 5 ചോദ്യം പൂർത്തിയായിരിക്കുന്നു. സമയം നിങ്ങൾക്ക് ഇനിയും ബാക്കിയുണ്ട്. പക്ഷെ ഒരെണ്ണം തെറ്റിപ്പോയി. 24 മാർക്ക് ലഭിക്കുന്നു. ബോണസ് പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. 24 മാർക്ക് റാഫേൽ ടീമിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റഡ് ആയിരിക്കുന്നു. അഭിനന്ദനം. 3 റൗണ്ടുകൾ പൂർത്തിയായിരിക്കുന്നു. 3 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ഓരോ ടീമും നേടിയിരിക്കുന്ന സ്കോർ ഇപ്പോൾ അറിയാം. ജോസ്മി. ടീം മിഖായലിന് ലഭിച്ചിരിക്കുന്നത് 100 പോയിന്റ്. ടീം റാഫേൽ 54 പോയിന്റ്. ടീം ഗബ്രിയേൽ 85 പോയിന്റ്. ടീം മിഖായേൽ സെഞ്ചുറി അടിച്ചു നിൽക്കുകയാണ്. 100 പോയിന്റ് അവർക്ക് ലഭിച്ചിരിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ അർദ്ധശതകം കടന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇനിയും ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ വളരെ വിശ്വസ്തരായ സപ്പോർട്ടിംഗ് ടീമിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അടുത്ത ചോദ്യം സപ്പോർട്ടിംഗ് ടീമിനോടാണ്. സപ്പോർട്ടിംഗ് ടീമിൻ്റെ വകയായിരിക്കും ഈ റൗണ്ടിലെ മാർക്ക്. നിങ്ങളോട് 2 ചോദ്യങ്ങളാണ് ഓരോ ടീമിനോടും ചോദിക്കുക. ശരിയായ ഉത്തരത്തിന് 15 മാർക്ക് വീതം. അങ്ങനെ 30 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടീമിന് കൂടി ആലോചിച്ച് ഉത്തരം പറയാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം ടീം മിഖായലിൻ്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. നിങ്ങൾ ഇവരെക്കാൾ കൂടുതൽ പഠിച്ചോ അതോ കുറച്ചാണോ പഠിച്ചത്? പഠിച്ചത്. ഇവരെക്കാൾ കൂടുതൽ പഠിച്ചു. പഠിച്ചത് കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. കുറച്ച് പഠിച്ചാൽ ശരിയാവും തോന്നുന്നില്ല. എന്തായാലും ചോദ്യം ഞാൻ ചോദിക്കാം, ശ്രദ്ധിച്ചോളൂ. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. ഈ തിരുവചന ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം, വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകം ഏതാണ് എന്നാണ് പറയേണ്ടത്. പറഞ്ഞോ. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം എന്ന് പറഞ്ഞാൽ മുഴുവൻ ശരി ഉത്തരമാവുകയില്ല. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം. മതി. ഇപ്പോൾ ഉത്തരം ശരിയായി. ഒന്നാമത്തെ ലേഖനം എന്ന് പറഞ്ഞപ്പോൾ ഉത്തരം ശരിയായി. നിങ്ങൾക്ക് 15 മാർക്ക് നൽകുകയാണ്. ടീം മിഖായലിന് 100 പോയിന്റിന്റെ കൂടെ 15 പോയിന്റ് നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീം സമ്പാദിച്ചു തന്നിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ചോദ്യം ഇതാണ്: ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങൾ ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ. ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങൾ ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ. ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ പുസ്തകം ഏതാണ്? യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം. കറക്റ്റാണ്. യാക്കോബിന്റെ ലേഖനം എന്ന് പറഞ്ഞാൽ മതി. 5-ാം അധ്യായത്തിലാണ്. അതും ശരി തന്നെയാണ്. വീണ്ടും 15 പോയിന്റ് കൂടെ ടീം മിഖായലിന് സപ്പോർട്ടിംഗ് ടീമിലൂടെ കിട്ടിയിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് 30 പോയിന്റ് ടീം മിഖായലിന് ലഭിച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യം ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ശ്രദ്ധിക്കുക ചോദ്യം. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ ഒരുമിച്ച് കമ്പൈൻ സ്റ്റഡിയൊക്കെ നടത്തിയെന്ന് കേട്ടിരുന്നു. ശരിയാണോ? അത് ശരിയാണ്. നടത്തിയിരുന്നു. അത് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ചോദ്യം, ഒന്നാമത്തെ ചോദ്യം ഇതാ: യൂദയ വംശത്തിൽ നിന്നുള്ള സിംഹവും
ദാവീദിൻ്റെ വേരും ആയവൻ വിജയിച്ചിരിക്കുന്നു. വീണ്ടും ആവർത്തിക്കാം. ഇതാ യൂദ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും 7 മുദ്രകൾ പൊട്ടിക്കാനും കഴിയും. ഈ വചനഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുഗ്രന്ഥം യോഹന്നാൻ സ്ലീഹയുടെ വെളിപാട്. വെളിപാട് പുസ്തകമാണ്. ശരിയായ ഉത്തരമാണ്. 15 പോയിന്റ് ടീം റാഫേലിന് ലഭിക്കുന്നു സപ്പോർട്ടിംഗ് ടീമിലൂടെ. രണ്ടാമത്തെ ചോദ്യം. അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്ന യുവാവിൻ്റെ കാൽക്കൽ അഴിച്ചു വെച്ചു. ആരെയാണ് ഇവിടെ കല്ലെറിഞ്ഞു കൊന്നതായിട്ട് പറയുന്നത്? ഏത് അധ്യായത്തിലാണ് അല്ലെങ്കിൽ ഏത് പുസ്തകത്തിലാണ്? സ്തേഫാനോസിനെയാണ് കല്ലെറിഞ്ഞത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ. ശരിയായ ഉത്തരം. 15 മാർക്ക് ടീമിന് ലഭിക്കുന്നു. മൊത്തം 30 മാർക്കുകളാണ് ലഭിക്കുന്നത്. അടുത്ത ചോദ്യം ടീം ഗബ്രിയേലിൻ്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ചോദ്യം ഇതാണ്: ഏത് പ്രവാചകനെയാണ് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തത്? നീതിമാന്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി. ഞാൻ വീണ്ടും ആവർത്തിക്കാം. ഏത് പ്രവാചകനെയാണ് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി ഉള്ളത്? നീതിമാന്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി. ഈ തിരുവചന ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ഏത്? പുസ്തകം മാത്രം പറഞ്ഞാൽ മതി. അധ്യായമോ വാക്യങ്ങളോ പറയേണ്ടതില്ല. സമയം ശ്രദ്ധിക്കുക. 30 സെക്കൻഡ് മാത്രമേ നിങ്ങളുടെ സമയമുള്ളൂ. ടൈം അപ്പ്. നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ശരിയായ ഉത്തരം മറ്റ് ടീമംഗങ്ങൾക്ക് അറിയാമെങ്കിൽ പറയാം, പക്ഷെ പോയിന്റ് നൽകുകയില്ല. അഭിനന്ദനങ്ങൾ നൽകും. പത്രോസ്ലിഹയുടെ ലേഖനത്തിൽ നിന്ന്. ആരുടെ ലേഖനമാണ്? പത്രോസ്. ഉത്തരം തെറ്റാണ്. അടുത്തത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ. അപ്പസ്തോല പ്രവർത്തനങ്ങളാണ്. യെസ്, ശരിയായ ഉത്തരമാണ്. അഭിനന്ദനങ്ങൾ. പക്ഷേ നിങ്ങളുടെ ടീമിന് പോയിന്റ് ഒന്നും ലഭിക്കുകയില്ല. പക്ഷെ പ്രത്യേകമായിട്ടുള്ള ഒരു സമ്മാനം കയ്യടിയുടെ രൂപത്തിൽ നൽകുകയാണ്. യെസ്. അടുത്ത ഒരു ചോദ്യം കൂടി ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് ബാക്കിയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് 15 പോയിന്റ് നഷ്ടമായിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം. സമയം. 4 ജീവികളും ആമേൻ എന്ന് പ്രതിവചിച്ചു. ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം വീണ് ആരാധിച്ചു. ഏത് പുസ്തകത്തിൽ? വെളിപാടിന്റെ പുസ്തകത്തിൽ. ഉറക്കെ പറയൂ. വെളിപാടിന്റെ പുസ്തകത്തിൽ. വെളിപാടിന്റെ പുസ്തകത്തിലാണ്. ശരിയായ ഉത്തരം. 15 പോയിന്റ് ലഭിക്കുന്നു. സപ്പോർട്ടേഴ്സ് റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. വളരെ മികച്ച സപ്പോർട്ടേഴ്സിനെയാണ് 3 ടീമുകളും കൊണ്ടുവന്നിരിക്കുന്നത്. നന്നായി ഒരുങ്ങി തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. കാരണം അവിടെ നിന്ന് ലഭിക്കേണ്ട ഒരു ചോദ്യം മാത്രമേ തെറ്റായി വന്നുള്ളൂ. ബാക്കി എല്ലാ ചോദ്യത്തിനും ശരിയായ ഉത്തരം നൽകി. 2 ടീമുകൾക്ക് മുഴുവൻ മാർക്കും, ഒരു ടീമിന് പകുതി മാർക്കും സപ്പോർട്ടിംഗ് ടീം സമ്പാദിച്ച് നൽകുകയുണ്ടായി. സപ്പോർട്ടിംഗ് ടീമിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. ഇനി നമ്മൾ ഫൈനൽ റൗണ്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. അതിനു മുമ്പ് ഇപ്പോഴത്തെ സ്കോർ നിലവാരം എങ്ങനെയാണെന്ന് അറിയേണ്ടതുണ്ട്. നമുക്ക് ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി പ്ലീസ്. 4ാമത്തെ റൗണ്ടും പൂർത്തിയായപ്പോൾ സപ്പോർട്ടേഴ്സ് ടീമിന്റെ സഹായം കൂടി ഓരോ ടീമും എത്ര പോയിന്റ് വീതമാണ് നേടിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ടീം മിഖായേൽ 130 പോയിന്റ്, ടീം റാഫേൽ 84 പോയിന്റ്, ടീം ഗബ്രിയേൽ 100 പോയിന്റ്. ഫൈനൽ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. പോയിന്റ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 100, 130, 84. വലിയൊരു വ്യത്യാസമുണ്ട് എന്നിപ്പോൾ തോന്നാമെങ്കിലും ഈ ഫൈനൽ റൗണ്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഏറ്റവും താഴെ പോയിന്റുള്ള ടീമായിരിക്കും ചിലപ്പോൾ ഏറ്റവും മുമ്പിലേക്ക് വരുന്നത്. ഏറ്റവും മുമ്പിലുള്ള ടീം ചിലപ്പോൾ താഴേക്ക് പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്ന റൗണ്ടാണിത്. ഈ റൗണ്ടിന്റെ പേര് മെഗാ ബോണസ് റൗണ്ട്.
3 ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഓരോ ചോദ്യത്തിന്റെയും പോയിന്റുകൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ 10 പോയിന്റ്. രണ്ടാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ 15 പോയിന്റ്. മൂന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ 25 എന്ന് പറഞ്ഞാൽ ആകെ 50 പോയിന്റുകൾ നിങ്ങൾക്ക് സമ്പാദിക്കാം. പക്ഷെ ശ്രദ്ധിക്കുക, ആദ്യത്തെ ഏതെങ്കിലും ഒരു ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിയാൽ അത്രയും പോയിന്റുകൾ നിങ്ങൾക്ക് നഷ്ടമാകും. 25 മാർക്കിന്റെ ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിച്ചാൽ 25 മാർക്ക് നിങ്ങളുടെ നിലവിലുള്ള മാർക്കിൽ നിന്ന് കുറയ്ക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ചങ്കെടുപ്പ് കൂടിയിട്ടുണ്ടാവും. പ്രഷറിന്റെ ഗുളിക കഴിക്കുന്ന ആരും ഇല്ലാന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടി പറയുകയാണ്. വേണമെങ്കിൽ ഈ റൗണ്ടിൽ പങ്കെടുക്കാതിരിക്കാനുള്ള ഒരു ആനുകൂല്യം നിങ്ങൾക്കുണ്ട്. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാം. ഈ റൗണ്ടിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല, കാരണം ഞങ്ങളുടെ ഉള്ള മാർക്ക് നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് പങ്കെടുക്കാതിരിക്കാം. വേണമെങ്കിൽ അതോടൊപ്പം തന്നെ ഒരാനുകൂല്യം കൂടി നിങ്ങൾക്ക് നൽകും. ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം ചോദിക്കുന്നത് എന്ന് മുൻകൂട്ടി നിങ്ങളോട് പറയും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോകുന്നത് മെഗാ ബോണസ് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം റാഫേൽ ടീമിനോടാണ് പോകുന്നത്. തൊട്ട് മുമ്പ് മിഖായൽ ടീമിന്റെ ചോദ്യമാണ്. അവസരമാണ് നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിന് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലെ ഫസ്റ്റ് ചാൻസ് റാഫേൽ ടീമിനാണ് ലഭിക്കുന്നത്. റെഡിയാണോ നിങ്ങൾ? റെഡിയാണ്. നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെയാണ്. റെഡിയാണ്, കാണുമ്പോൾ തന്നെ അറിയാം. യെസ്. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യഭാഗം നിങ്ങൾ അറിയണ്ടേ? പറയാം. മത്തായിയുടെ സുവിശേഷം 17, 18 അധ്യായങ്ങൾ. അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകണമോ, അതോ ക്വിറ്റ് ചെയ്യണമോ, അതോ പ്രൊസീഡ് ചെയ്യുന്നു? മുന്നോട്ട് പോകുന്നു. മലബാറിലെ അമ്മമാരുടെ ധൈര്യമാണ് പ്രേക്ഷകർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഒരു തരത്തിലും പിന്നോട്ട് പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. മുന്നോട്ട് തന്നെ. വെരി ഗുഡ്. എന്നാൽ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. യേശു അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. യേശു അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. എവിടെ വെച്ചാണ് യേശു ഇപ്രകാരം പറഞ്ഞത്? ആ സ്ഥലം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗലീലി വെച്ച്. ശരിയായ ഉത്തരമാണ്. റാഫേലിന് 10 പോയിന്റ് ലഭിക്കുന്നു. ബോധക്കേട് ഒന്നും ചെയ്യരുത്. ശാലോം ടീം മുഴുവനും ഇവിടെ ഉണ്ട്, ഒന്നും ഭയപ്പെടേണ്ടതില്ല. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ 10 പോയിന്റ് കിട്ടും. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരു ആനുകൂല്യം കൂടി. അതെല്ലാ ടീമിനും ഇത് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം വേണോ വേണ്ടയോ? വേണം. പേടി ഉള്ളിലുണ്ടെങ്കിലും പുറമേ അത് കാണിക്കുന്നില്ല. യെസ്. അപ്പോൾ 10 പോയിന്റ് കിട്ടിയിരിക്കുന്നു. അടുത്ത ചോദ്യത്തിന് 15 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുക. ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിയാൽ 15 മാർക്ക് നഷ്ടമാവുകയും ചെയ്യും. ചോദ്യം ഇതാണ്: ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കാരണം, യേശു പറയുന്ന കാരണം, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കാരണം, എൻ്റെ സ്വർഗസ്നായ പിതാവ് ഇവരുടെ ഇല്ലല്ല, ഇനി മാറി പറയാൻ പറ്റിയല്ല. ഇനി ചോദ്യം ആവർത്തിക്കല്ല, കാരണം നിങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ പറഞ്ഞ ആൾക്ക് ഒന്നും കൂടി അത് പൂർത്തീകരിക്കാനുള്ള അവസരം തരാം. ലാസ്റ്റ് ചാൻസ് ആണ്. സ്നായ പിതാവ് മുഖം ദർശിച്ചുകൊണ്ടിരിക്കും. ഉത്തരം തെറ്റി. 15 മൈനസ് പോയിന്റ് കിട്ടുകയാണ്. ശരിയായ ഉത്തരം ഇപ്രകാരമാണ്: സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ശരിയായ ഉത്തരം. ടീം റാഫേലിന് 15 പോയിന്റ് നഷ്ടമാകുന്നു. പക്ഷേ അതിലൊട്ടുമേ ദുഃഖിക്കേണ്ടതില്ല. ഇനിയും ഇതേപോലെ തന്നെയാണ് റൗണ്ടുകൾ പോകുന്നത്. ബാക്കിയുള്ളവർക്കും ഇതുപോലെ ബോണസും മൈനസും കിട്ടാനുള്ള അവസരം ബാക്കി നിൽക്കുന്നു. ഇപ്പോൾ 15 മൈനസ് മാർക്കുകൾ ടീം റാഫേലിന് കൊടുക്കുക. അതനുസരിച്ച് സ്കോറിൽ വ്യത്യാസം വരുത്തുക. രണ്ടാമത്തെ ചോദ്യം ടീം ഗബ്രിയലിനോടാണ് ചോദിക്കുന്നത്. ടീം ഗബ്രിയൽ ധൈര്യത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുന്നു. ഒന്നുമല്ലെങ്കിലും ഗബ്രിയേൽ മാലാഖയുടെ പേരിലുള്ള ടീമാണല്ലോ, എന്തിനു പേടിക്കുന്നു? ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എവിടെ നിന്നാണ് ചോദ്യം എന്നറിയേണ്ടതില്ലേ? മത്തായിയുടെ സുവിശേഷം
19, 20 അധ്യായങ്ങളിൽ നിന്നാണ്. മത്തായിയുടെ സുവിശേഷം 19, 20 അധ്യായങ്ങളിൽ നിന്നാണ്. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു. പ്രൊസീഡ്. ഇതിനു മുമ്പ് കഴിഞ്ഞ എല്ലാ എപ്പിസോഡിലും എല്ലാ അമ്മമാരുടെ ടീമും പ്രൊസീഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതുവരെ ആരും ക്വിറ്റ് ചെയ്തതായിട്ട് കേട്ടിട്ടില്ല. എന്താണേലും നിങ്ങളുടെ ധൈര്യത്തെ അഭിനന്ദിക്കുന്നു. ചോദ്യം: ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചത് എന്തുകൊണ്ട്? ഇതിൻ്റെ പഴയ നിയമ വചനഭാഗമാണ് പറയുന്നത്. ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട്. ഈശോ അതിന് മറുപടിയും പറയുന്നുണ്ട്. മോശ അങ്ങനെ നിയമം തരാനുള്ള കാരണമൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചോദ്യം ഇതാണ്: ഇതിൻ്റെ പഴയ നിയമ ഭാഗം ഏതാണ്? പറഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അല്ല, പഴയ നിയമഭാഗമാണ് പറയേണ്ടത്. നിങ്ങളുടെ സമയം തീരാൻ പോകും. പുറപ്പാട്. അത് ഞാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞതായിരിക്കും. നിങ്ങളുടെ അവസരം കഴിഞ്ഞിരിക്കുന്നു. നിയമാവർത്തന പുസ്തകം 24 അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചന ഭാഗമാണത്. നിങ്ങൾക്ക് 10 മൈനസ് പോയിന്റ് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ചോദ്യങ്ങളെ പ്രവേശിക്കാനുള്ള അവസരവും നിങ്ങൾക്ക് നഷ്ടമാകുന്നു. സാരമില്ല, നിങ്ങൾക്ക് 10 മൈനസ് പോയിന്റ് ലഭിക്കുകയാണ്. ചോദ്യം മിഖാൽ ടീമിലേക്ക് വരികയാണ്. ഇതെല്ലാം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പ്രൊസീഡ് ചെയ്യാൻ തന്നെ തോന്നുന്നു. നിങ്ങൾ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന് നിങ്ങളുടെ പഠന ഭാഗത്തു നിന്നുമാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പഠന ഭാഗത്ത് നിന്ന്. ക്വിറ്റ് ചെയ്യുന്നു, പ്രൊസീഡ് ചെയ്യുന്നു? പ്രൊസീഡ്. മുന്നോട്ട് നീങ്ങുന്നു. ചോദ്യം: എത്രാമത്തെ പ്രേക്ഷിത യാത്രയിലാണ് വിശുദ്ധ പൗലോസ് ഈ ലേഖനം എഴുതിയത്? 3-ാമത്തെ പ്രേക്ഷിത യാത്ര. ഉത്തരം ശരിയാണ്. 3-ാമത്തെ പ്രേക്ഷിത യാത്രയിലാണ്. 10 മാർക്ക് കിട്ടും. 2-ാമത്തെ ചോദ്യത്തിന് 15 മാർക്ക് കിട്ടും. തെറ്റായ ഉത്തരമാണെങ്കിൽ 15 നഷ്ടമാകും. യെസ് ഓർ നോ? യെസ്. പൗലോസ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് താൻ ആരെയൊക്കെ സ്നാനപ്പെടുത്തിയെന്ന്. ചുരുക്കം ആളുകളെ മാത്രമേ പൗലോസ് സ്നാനപ്പെടുത്തിയതായിട്ട് പറയുന്നുള്ളൂ. അവരുടെ പേരുകൾ ഏതൊക്കെ? ക്രിസ്പോസ്, ഗായൂസ്, സ്തേഫാനോസിന്റെ കുടുംബത്തെ. ശരിയായ ഉത്തരമാണ്. ക്രിസ്പോസ്, ഗായൂസ്, സ്തേഫാനോസിന്റെ കുടുംബം. അങ്ങനെ 15 മാർക്കും കൂടി നിങ്ങൾക്ക് കിട്ടുന്നു. ഇപ്പോൾ ഈ റൗണ്ടിൽ നിന്ന് 25 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം 25 മാർക്കിന്റെ ചോദ്യമാണ്. കിട്ടിയാൽ 25 മാർക്ക് കൂടെ കിട്ടും, പോയാൽ 25 മാർക്ക് പോകും. ചോദ്യം വേണോ വേണ്ടയോ? വേണം. ശരി. അടുത്ത ചോദ്യം പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്. ഓരോരുത്തരുടെയും ജോലിയെ പറ്റിയൊക്കെയാണ് പറയുന്നത്. ഉള്ള പറച്ചിലാണ്. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. 3-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനം. എന്ത്? അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. 13-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. എന്താണത്? ഓരോരുത്തരും പണി എങ്ങനെയാണെന്ന്. ഓരോരുത്തരുടെയും പണി എങ്ങനെയാണെന്നുള്ളതാണ് വെളിപ്പെടുത്തപ്പെടുന്നത്. ഓക്കെ, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 25 മാർക്ക് കൂടെ ലഭിക്കും. ഇതിൽ 50 മാർക്കും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. 50 മാർക്കും കൂടെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങളുടെ സ്കോർ ഒരുപാട് മുന്നോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് സ്കോറിങ്ങിലേക്ക് പോകാം. എത്രയാണ് ടോട്ടൽ സ്കോർ എന്ന് ആദ്യം കേൾക്കാം. അതിനുശേഷം വാശിയേറിയ 5 റൗണ്ടുമായി പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ടീം മിഖായേൽ 180 പോയിന്റ്. 90 പോയിന്റുമായി ടീം ഗബ്രിയലാണ് 2-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ടീം റാഫേൽ നേടിയിരിക്കുന്നത് 79 പോയിന്റ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുമ്പോൾ വളരെ ആവേശകരമായ മത്സരത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ടീം മിഖായേൽ ചാത്തൻകോട്ടുനട ഇടവക,
ടീം ഗബ്രിയേൽ കൊളത്തുവേൽ ഇടവക, ടീം റാഫേൽ പെരുവണ്ണാമുഴി ഇടവക. വളരെ മികച്ച മത്സരം നിങ്ങൾ 3 പേരും കാഴ്ചവെച്ചു. പ്രത്യേകമായി അഭിനന്ദനങ്ങൾ. എല്ലാ മത്സരത്തിലും എന്നതുപോലെ ഈ മത്സരത്തിലും 2 ടീമുകൾ മാത്രമേ ക്വാളിഫൈ ചെയ്യുന്നുള്ളൂ. ഒരു ടീം തൊട്ടടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നില്ല എങ്കിൽ കൂടി മികച്ച പ്രകടനം തന്നെയാണ് ടീം റാഫേലും കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് നിങ്ങളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഒട്ടും ദുഃഖിക്കേണ്ടതില്ല. തൊട്ടടുത്ത മത്സരത്തിൽ ഇനിയും മത്സരിച്ച് ക്യൂസിലെ വിജയങ്ങൾ നേടാവുന്നതേ ഉള്ളൂ. എന്തു തന്നെയാണെങ്കിലും ഈ മത്സരത്തിൽ പങ്കെടുത്ത് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്താലും ഇല്ലെങ്കിലും എല്ലാവരും സമ്മാനിതരായിരിക്കുന്നു. തിരുവചനം എന്ന വലിയ സമ്മാനം ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, ടീം അംഗങ്ങൾക്കും സപ്പോർട്ടിംഗ് ടീം അംഗങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. അടുത്തയാഴ്ച മാതൃവേദിയിലെ അമ്മമാരോടൊപ്പം പുതിയ മത്സരാർത്ഥികളുമായി പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കേവർക്കും ഗുഡ് ബൈ. ലോകം എന്ന് അവസാനിക്കും എന്നതിനെപ്പറ്റി ഈശോ നൽകുന്ന പഠനം എന്ത്? ആരൊക്കെയാണ് യേശുവിൻ്റെ അടുത്ത് വന്ന് ഈ സീസറിന് നികുതി കൊടുക്കുന്നതിനെ പറ്റിയുള്ള ചോദ്യം ചോദിച്ചത്? വിവാഹവസ്ത്രം ധരിക്കാതെ വിവാഹ വിരുന്നിൽ പ്രവേശിച്ചവനെ എന്ത് ചെയ്യുവാനാണ് രാജാവ് പരിചാരകരോട് പറയുന്നത്? സമ്മാനത്തിലല്ല ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊരു അവസരം, അതുപോലെ ഈ ബൈബിളൊക്കെ ഇത്രമാത്രം നന്നായിട്ടൊക്കെ ഒരുങ്ങാനൊക്കെ അവസരം കിട്ടിയത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ വചനം വായിക്കുവാനും അത് ഹൃദയത്തിൽ സ്വാംശീകരിക്കാനും ഞങ്ങൾക്ക് കിട്ടിയ ഒരു നല്ല അവസരമായി ഞങ്ങൾ ഇതിനെ കാണുന്നു. വചനം കൂടുതലായിട്ട് പഠിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു അവസരമാണല്ലോ എന്ന് വിചാരിച്ച് ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി.